പെണ്ണെ ജയ, കോവിലിൽ വരണില്ലേ നീ? എവിടെ പോണാ ഇപ്പോൾ? കോവിലിൽ വരാന്தான் തിരിച്ച് എൻ്റെ மைனியார் ஃபோன் விളിச்சா. இந்த அவக்கு மாவரைச்சி கொடுக்கணுமா, இந்த அரியும் உளுந்தே வந்து எடுத்துகிட்டு போன்னு சொல்லியா. போகாதிருந்தால் அவൾക്ക് இப்போ குவார் வந்துடும். അതുകൊണ്ട് அதை எடுத்து வச்சுட்டு வரணும். നേരായില്ലേ അവണ്ണ തീവാറിനേക്ക്? ഇനി ചോറ് തിന്നാൻ നേരത്തിന് വരാൻ പോണ? അരി ഉളുന്തും തന്നെ അവിടെ ഇരിക്കിട്ട് വന്ന് എടുത്തിട്ട് വന്ന് അരച്ചു കൊടു. ഇനി നീ സമയത്തിന് വരുമ്പോൾ അവിടെ ചച്ചി കലക്ടറെല്ലാം ഇരുപ്പാളുവ. ചോറ് തിന്നാൻ കണക്കായി വന്നിരിക്കാൻ ചെല്ലുവാളുവ. വാ, കോവിലിൽ പോയിട്ട് വന്ന് എടുത്ത് അരച്ചു കൊടു. അവളും അതിൽ ചെല്ലിയിട്ട് കിടക്കട്ടെ കൊച്ചമ്മ. എന്നാ ഒറ്റ ഓട്ടത്തിൽ പോയി എടുത്ത് വെച്ചിട്ട് വരണേ. അടുത്ത് ഇവ അരി അരക്കേ വേണ്ടേന്ന് ചെല്ലിടുക. ഇവക്ക് മൂക്കിൽ തന്നെ നിൽക്കും. അവൾ അറിയാനില്ലേ നിനക്ക്? എടുത്ത് വെച്ചിട്ട് വരണേന്നാ. നീ പോവാ പിന്നെ. ശരി വേണ, അപ്പം പോയിട്ട് വാ, നീ എടുത്ത് വെച്ചിട്ട് വാ. നിൻ്റെ അടുത്ത് ഒരു കാര്യം കേൾക്കണമെന്ന് കൊച്ചമ്മ. നീ എന്താ കൊക്കോട്ടാളെ പെണ്ണെ കേട്ട് പാത്താ ചെറുക്കന്? എന്തിനു ചെല്ലിയാ? നീ ചുമ്മാ ഇരിടേ, നീ കുമ്പി അരിച്ചില്ല കളപ്പാതെ. നീ പോണ നേരത്തിൽ എല്ലാ കൊക്കോട്ട്, മയിലോട്ടിൽ, ആലങ്കോട്ടിൽ എല്ലാ കോട്ടിലും കേട്ടായി. കൊച്ചമ്മ കോവപ്പെടാതെ. എന്തിനു ചെല്ലിയാ? നമുക്ക് അതില്ലെങ്കിൽ വേറെ പാക്കാം. അവ എന്തിനു ചെല്ലിയാ? നീ അവളുടെ കഥയെല്ലാം കേട്ടാളെങ്കിൽ എല്ലാവളും ആൾക്കൊരു പെണ്ണേയും വെച്ചിട്ടുണ്ട്. അവളോ പറഞ്ഞ വരത്ത് തനിയാ വീട് വേണമാ, ഗവൺമെൻറ് വേലയ്ക്ക് தான் മുൻനുരിമയാ, എഞ്ചിനീയറിങ് പഠിച്ചിരിക്കணுமா, വെളിനാട്ടിലിരുന്നാൽ ചെറുക്കൻ പെണ്ണെ കൂട്ടിയിട്ട് പോകணுமா, 2 ചെറുക്കൻ ഇരുന്നാൽ 2 വീട് വേണമാ. ഇവിടെ നമ്മൾ ചെറുക്കനെ വച്ചിരിക്കുന്നവർ എല്ലാ TTLും ചെല്ലണമാ. ഇപ്പോൾ എത്ര പൗൻ ഉരുപ്പടി വെച്ചിരിക്കണോ, യാക്കർ എത്ര വെച്ചിരിക്കണോ, ചൊത്ത് എത്ര വെച്ചിരിക്കണോ, വീട് എത്ര വെച്ചിരിക്കണോ, ഇതെല്ലാം അവളോട് അടുത്ത് ചെല്ലണമോ. ஆனால் அவளோட അടുത്ത് നിങ്ങൾ എന്തിനു കൊടുപ്പരുന്ന് കേട്ടാൽ അവളോ ഒന്നും ചെല്ലാൻ മാട്ടാളുള്ള. അവളോ ഒന്നും അതെല്ലാം നമ്മൾ കേൾക്കരുത്. അതെല്ലാം അവർ കൊടുക്കണതോ കൊടുപ്പാരാ, നമ്മ വാണിച്ചിട്ട് അനങ്ങാതെ ഇരിക്കணுமா. ஆனால் நம்ம இந்த TTL எல்லாம் செல்லணும். சம்பள ஸ்லிப்போடு தான் போகணும். சாதகம் தேவையில்லை. இப்போது சம்பள ஸ்லிப்போடு தான் போகணும். போய் எல்லாத்தையும் ചെറുക്കന് കൊടുത്തണ്ട് നമ്മ അനങ്ങാതെ ഇരിക്കணும். നമ്മ അത് ഒന്നും ചെല്ലരുത്. എല്ലാം കൊടുത്തിടണം മുതലേ ചെറുക്കന്. ഉള്ളടുത്ത് എന്തിനു കേൾക്കണേന്ന് ചെല്ലണ നീ? പെണ്ണെ കേൾക്കാൻ പയ്യ അവള് നമ്മളെ ചൊത്ത് കണക്കെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ആളുവ. ഇങ്ങനെ ഇരിക്കുന്ന കൊള്ളയെടുപ്പിൽ നീ ആരടുത്ത് പോയി പെണ്ണ് കേൾക്കാൻ ചെല്ലണ? കേട്ട എല്ലായിടവും ഇപ്പം അങ്ങനെ തന്നെ ചെല്ലണ ആളുവ. ഇതിൽ എവളെടുത്ത് പോയി പെണ്ണ് കേൾക്കണേന്? കെട്ടാതെ പെയ്യില്ല. ആമ കൊച്ചമ്മ എന്തിനു ചെല്ലണേന്? എൻ്റെ അക്കാളെ മോനും അങ്ങനെതാ, 30 വയസ്സാവണ്. ഇപ്പോൾ കേട്ട് പോയാളെങ്കിൽ വയസ്സ് ചെല്ലണ ആളുവ, 30 വയസ്സായും ചെല്ലണ ആളുവ. എവിടെ പോയി പാക്കണേനെന്നേ അറിഞ്ഞൂടെ. വേറെ ഏതിലേയും പാക്കാൻ ചെല്ലിയ എവിടെ പോയി നമ്മൾ തേടി കണ്ടുപിടിക്കണേന്? വയസ്സും പെയ്യണ്ടേ ഇരിക്കുന്നു ചെറുക്കന്മാർക്കെല്ലാം. ഇപ്പം ഇരിക്കുന്ന കാലം മുമ്പ് പോലെ ഇല്ലടിയേ. ഇപ്പം എല്ലാം കാതലിക്കുന്നത്. കാതലിച്ചാൽ ഒരു തൊന്തരവില്ല. കാതലിച്ചണ്ട് പോയി കല്യാണം കളിച്ചണ്ട് അനങ്ങാതെ ഇരുന്നുടാ. അപ്പം ഇവിടെ ചൊത്തും കേൾക്കാൻ പറ്റാളുവ, വീടും കേൾക്കാൻ പറ്റാളുവ, വേലയും കേൾക്കാൻ പറ്റാളുവ. ഒരു തൊന്തരവില്ല. നമ്മളെ പാട്ടിൽ പേസാതെ ഇരുന്നുടാ. അവരെ ഇഷ്ടത്തിൽ കെട്ടിയാർ അവരെ ഇഷ്ടത്തിൽ വാളിനാരും ചൊല്ലിയുണ്ട് അനങ്ങാതെ ഇരുന്നുടാ. ഇതുവേ നമ്മളെ വീട്ടിലുള്ളത് ലവ് പണിയും തുളയ്ക്കുന്നില്ലേ? അതില്ല പ്രശ്നം. ശരി കൊച്ചമ്മ, നേരാവണ്. നീ മുമ്പ് പോന്നാ പറഞ്ഞേ. ശരി സമയത്തിന് വന്ന് ചേര്.